എന്താണ് ആഗ്രഹം? അത് ആക്ച്വലി നമ്മൾ ആരാളെയും പറയാൻ പറ്റില്ല നമ്മൾ എവിടെ ഉണ്ടാവും. പെട്ടെന്ന് ഒരു ലക്കില് എവിടെ വേണമെങ്കിൽ പോവാ. ആ ഒരു സമയമാണ് എല്ലാവർക്കും ഓരോരോ സമയം വരും. സോ അത് എനിക്ക് ഒന്നും ഇതില്ല. പക്ഷെ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ലൈക്ക് ഒരു സംഭവം എനിക്ക് വെക്കണം എന്ന്. ഡോഗ്സ് ഹോം പോലെ ഒരു എന്താ പറയുന്നത്, ഈ ഓൾഡ് ഏജ് ഹോം എല്ലാം ഉണ്ടല്ലേ, വയസ്സായത്, അതേപോലെ ഡോഗ്സിന് വേണ്ടി ഒരു വലിയ ഒരു സ്ഥലം ഇതാക്കി വീട് പോലെ കെട്ടി അവർക്ക് വേണ്ടി എല്ലാ ഇതിന്, ബിക്കോസ് ഡോഗ് ലവർ ആണ്. സോ അത് ഒരു ഏർപ്പാട് ചെയ്തിട്ടിരിക്കുന്നു, നോക്കാം. വീട്ടിൽ എത്ര ഡോഗ്സ് ഉണ്ട്? അപ്പോ വീട്ടില് ഉണ്ടായിരുന്നു ജിമ്മി, വലിയ പോയില്ല. ആണ്. ശ്രീതുവിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? ഫേവറേറ്റ് ഫുഡ് ഫിഷില് എന്ത് ചെയ്താലും എനിക്കിഷ്ടം ആണ്. ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വിളിക്കുന്ന കോൾ ആർക്കാണ്? മമ്മി. മമ്മിയാ. ഫേവറേറ്റ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? ഹണിമൂണാ. ഞാൻ കല്യാണമേ ചെയ്യുമ്പോൾ ഇതിൽ ഹണിമൂൺ കയറാം. ഹണിമൂണില്ല, പക്ഷെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ഒക്കെ ഹണിമൂണില്ല. എതുക്ക് എനിക്ക് പാരീസ് പോകണമെന്ന് ആശ, ഈഫിൽ ടവറിൽ നോക്കുന്നു. ആണ്. അതും പിന്നെ മാൽദീവ്സ് ആണ്. കല്യാണമേ ചെയ്യലോ എന്ന് ഡൗട്ട് എന്ന് പറഞ്ഞില്ലേ? എനിക്ക് ആഗ്രഹമൊന്നുമില്ല. ഞങ്ങൾ അമ്പാടി അർജുന്റെ ഇന്റർവ്യൂ എടുത്തതിന്റെ താഴെ വന്ന ഒരു കമന്റ് ഞാൻ പറയട്ടെ. ഈ എങ്ങനെയെങ്കിലും അലീന പീറ്ററും അമ്പാടി അർജുനും എന്ന് പറയുന്ന എന്റെ എന്താ പറയാ ഏറ്റവും വലിയ ആഗ്രഹങ്ങളായ രണ്ടാൾക്കാർ, അതായത് ശ്രീതുവും നിഖിലും എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നിഖിലിനറിയോ? നിഖിൽ ഇത് കണ്ട് ഞെട്ടി. അവൻ എല്ലാരോടും ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുത്തേക്ക്, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് മാത്രമാണ്, അങ്ങനെ പലർക്കും സംശയം ഉണ്ടായിരുന്നു. അതായത് റിയൽ ലൈഫിൽ ഇവര് ലവേഴ്സ് ആയിരിക്കാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എപ്പോഴും ചാൻസ് ഉണ്ടോ? ഞങ്ങളിവിടെ ചണ്ടയിടും, വിജയ് സൂര്യ എന്താ പറയുന്നത്, ഒരു അത് മലയാളത്തിൽ എന്താ പറയുന്നത് മനസ്സിലാവും. കുഴപ്പമില്ല, തമിഴ് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഒരു സിൽഡർ വിഷയത്തിക്കെല്ലാം ഞാൻ ചണ്ടയിടും. സോ അതെല്ലാം വലിയ വിഷയമല്ല, അതെല്ലാം ലവ് ആരെങ്കിലും പറയും അങ്ങനെ വൃത്തികെട്ട ചണ്ടയെല്ലാം ഇടുന്നത്. അങ്ങനെയും പറയാം. ഫ്രണ്ട്സ് അത്രേ ഉള്ളൂ. സൂര്യ അല്ലാത്ത ഒരു ആക്ട്രസ് ആരാന്ന് ചോദിച്ചാൽ എന്ത് പറയും? തമന്ന. ഓ, എല്ലാം മറ്റേ റെഡിമെയ്ഡ് ആൻസേഴ്സ് കയ്യിലിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം ഇഷ്ടം. സത്യം. ഒരു ഫാഷൻ ഫ്രീക്ക് ആണോ? അല്ല. ബ്രാൻഡ് കോൺഷ്യസ് ആണോ? ആ DM4 കൊളാബറേഷൻസ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എവിടെ പോയി? ഇല്ല, വേറെ ആർക്കും കണ്ടോ? അങ്ങനെ ഒരിക്കലും ഇട്ടതില്ല. അതെവിടെ ഞാൻ പറയട്ടെ, തമിഴിലൊരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്കും അതിനകത്ത് പറയുന്നു DM4 കൊളാബറേഷനിൽ നിന്ന് വന്ന പേരെയാണ് തോന്നുന്നു. വാട്ട്സ് ഇൻ മൈ ബാഗ്. ഓ അത് ഞാൻ പക്ഷെ ബയോയിൽ ഇടില്ല. ലൈക്ക് കൊളാബ് ചെയ്യും, നോർമൽ തിങ് ആണ്, പ്രൊമോഷൻ ആണല്ലോ. അവരുടെ പേജിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു, അതൊക്കെ ഞാൻ ചെയ്യും. നമ്മള് സീരിയലിലേക്ക് വരണം, സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചു വന്ന ഒരാളാണ്. എനിക്കിഷ്ടം നടിക്കണം ഇഷ്ടമാ. സോ അതിലെന്നാ അതാ സ്കൂൾ ഡേയ്സിൽ അങ്ങനെ എന്റെ അമ്മ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലുള്ള 2 പ്രശ്നങ്ങൾ, 2 ഗുണങ്ങൾ. പ്രശ്നങ്ങൾ